ഷിരൂരിൽ അർജുനായുള്ള ഇന്നത്തെ തെരച്ചിൽ നിർത്തിവച്ചിരിക്കുകയാണ്. ഗംഗാവലി നദിയിൽ അടിയൊഴുക്ക് ശക്തമായതിനാൽ മുങ്ങൽ വിദഗ്ധർക്ക് നദിയിൽ ഇറങ്ങാൻ ആയില്ല. നദിയുടെ മധ്യഭാഗത്ത് നടത്തിയ പരിശോധനയിൽ മൺകൂനയിൽ നിന്ന് സിഗ്നൽ ലഭിച്ചിരുന്നു. ലോറിയുടേതിന് സമാനമാണ് സിഗ്നൽ. ഐബോർഡ് പരിശോധനയിലാണ് നദിയിൽ നിന്ന് പുതിയ സിഗ്നൽ ലഭിച്ചത്. വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് KV ബൈജു നമുക്കൊപ്പം തത്സമയം ചേരുന്നു. ബൈജു, ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ഇന്ന് ലഭിച്ച സിഗ്നൽ ഒരു വശത്ത്, അപ്പോഴും ഈ ദൌത്യം അവസാനിപ്പിക്കുന്നില്ല, ദൌത്യം തുടരുകയാണ് എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് അടക്കമുള്ളവർ പറയുന്നു. മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം ലോറിയിൽ സ്ഥിരീകരിക്കാനായിട്ടില്ല എന്ന് കളക്ടറും പറയുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇനി ഈ ദൌത്യം ഏതു തരത്തിലാണ് മുന്നോട്ട് പോകുക? എവിടെയാണ് പരിശോധന നടത്തുക? നദിയിലാണോ പരിശോധന നടക്കുക? അങ്ങനെയാണെങ്കിൽ ഇപ്പോഴത്തെ ഈ കുത്തൊഴുക്കിന്റെ സാഹചര്യത്തിൽ എന്ത് ബദൽ മാർഗമാണ് പ്രയോഗിക്കുക? ഇത് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ ഈ സമയത്ത് വൈകുന്നേരം 6 മണിയാകുമ്പോൾ ഷിരൂരിൽ നിന്ന് നൽകാൻ കഴിയുന്ന സാഹചര്യമാണോ? അപർണ, അത്തരം സംശയങ്ങളെല്ലാം തന്നെ ചോദ്യമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ്. ആകെ ആശ്വാസം അപർണ സൂചിപ്പിച്ചതുപോലെ രക്ഷാദൌത്യം അവസാനിപ്പിക്കില്ല എന്നത് തന്നെയാണ്. നമുക്ക് ഉച്ചയോടുകൂടിയാണ് ഈ വിവരം കിട്ടിയത്. അതായത് രക്ഷാദൌത്യം അവസാനിപ്പിക്കാനുള്ള നീക്കമുണ്ട് എന്നത് അത് മന്ത്രിയും സ്ഥിരീകരിച്ചു. പിന്നീട് മന്ത്രി ജില്ലാ കളക്ടറും ഒപ്പം നേവിയുമായും ഒക്കെ നടത്തിയ ചർച്ചയിലാണ് ഈ രക്ഷാദൌത്യം വീണ്ടും അത്തരത്തിൽ നിർത്താതെ തുടരാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി നാളെ രാവിലെ 7:30 വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുക. അതിൽ ഏറ്റവും പ്രധാനം ഇന്നലെ സിഗ്നൽ കിട്ടിയതും ഇന്ന് പുതിയ സിഗ്നൽ കിട്ടിയ വിടം, അവിടെയാണ് ഈ ലോറി ഉള്ളത്. ആ ലോറിക്ക് അകത്തായി, ക്യാബിനകത്തായി അർജുൻ ഉണ്ടോ എന്ന് ഇതുവരെ കണ്ടെത്താനായില്ല. ഏതായാലും 11ാം നാളിലും അർജുനായുള്ള ഇത്തരത്തിലും അന്വേഷണം, അത്തരത്തിലുള്ള തിരച്ചിൽ അനിശ്ചിതത്വം എന്ന് വേണം പറയാൻ. ഇനിയും നീളാനുള്ള സാധ്യതയാണ് നമുക്ക് ആ വാർത്താ സമ്മേളനത്തിലുടനീളം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് പരമാവധി ശ്രമിക്കും എന്നാണ് കലക്ടർ പറഞ്ഞത്. ഏത് മാർഗത്തിലൂടെയും ശ്രമിക്കും. പക്ഷെ അപ്പോഴും ഏത് മാർഗമാണ് ഇത്രയും വലിയ അടിയൊഴുക്ക് തടഞ്ഞുകൊണ്ട് അതിനെ നേരിട്ടുകൊണ്ട് ഇത്തരത്തിൽ ക്യാബിനടുത്തേക്ക് എത്താൻ ഉപയോഗിക്കുക എന്നത് കാണേണ്ടി വരും. ഇതിൽ നാളെ പുതിയ ഉപകരണങ്ങളൊക്കെ കൊണ്ടുവരുമെന്നാണ് പറയുന്നതെങ്കിലും നീളാൻ തന്നെയാണ് സാധ്യത എന്നതിനാണ് നമ്മൾ മന്ത്രിയോടുൾപ്പെടെ സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. ഏതായാലും മുഹമ്മദ് റിയാസ് മന്ത്രി ഇന്ന് സർക്കാരിന്റെ പ്രതിനിധിയായാണ് ഇവിടെ എത്തിയത്. അദ്ദേഹം എത്തിയത് കൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം ഏതായാലും നിർത്തിവെക്കില്ല, അത് ചർച്ചയിലൂടെ തീരുമാനമെടുത്തിരിക്കുന്നു. പക്ഷെ അപ്പോഴും ഇനി എത്ര ദിവസം നീണ്ടു നിൽക്കും? വരും ദിവസങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരാൻ പറ്റുമോ? നാവികസേനയെ സംബന്ധിച്ചിടത്തോളം ഈ അടിയൊഴുക്ക് കുറയാതെ അവർക്ക് ഇനി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നൊരു അവസ്ഥയാണ്. അത്രത്തോളം വലിയ 7 നോട്ട് അത്രയും വേഗതയിൽ വെള്ളം അടിയൊഴുക്കുണ്ട്. ആ അടിയൊഴുക്കിനെ അതിജീവിക്കാൻ മനുഷ്യ സാധ്യമല്ല എന്നാണ് പറയുന്നത്. വലിയ റിസ്ക് ആണ്. അത്തരത്തിൽ പരമാവധി 2 അല്ലെങ്കിൽ 3.5, ആ 3.5 എന്നത് അത് ആ റിസ്ക് എടുത്തുകൊണ്ടുള്ള ഒരു തിരച്ചിലാണ്. അതിനും അപ്പുറം 7ഉം 8ഉം ഒക്കെ വേഗത വരുമ്പോൾ എങ്ങനെയാണ് ഈ പുഴയിലേക്ക് ഇറങ്ങുക? ആ പുഴയിലെ അടിയൊഴുക്ക് കുറയുന്നത് വരെ കാത്തിരിക്കേണ്ടി വരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ബൈജു, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം വരുന്നത് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിന് ശേഷം ഉയരുന്ന ചോദ്യം, മനുഷ്യ ശരീരത്തിന്റെ സാന്നിധ്യം ലോറിയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് ജില്ലാ കളക്ടർ മാധ്യമങ്ങളോട് പറയുന്നു. അപ്പോൾ ഇത് അർജുൻ ക്യാബിനകത്തുണ്ടോ ഇല്ലയോ എന്ന് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? അതോ ഇനി വ്യാപകമായി തെരച്ചിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത്, പുതിയ സംവിധാനങ്ങൾ ഉപയോഗിച്ച് തെരച്ചിൽ നടത്താൻ ഉദ്ദേശിക്കുന്നത് നദിയിലാണോ? അങ്ങനെയാണെങ്കിൽ അത് എത്രത്തോളം പ്രായോഗികമാകും? ആ സ്ഥലത്ത് നിന്നുകൊണ്ട് നിൽക്കുമ്പോൾ ബൈജു, ഒരുപക്ഷെ ബൈജുവിന്റെ മനസ്സിൽ പോലും തോന്നുന്ന സംശയങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ടായിരിക്കുമോ? ആ കാര്യത്തിൽ മനുഷ്യ ശരീരം എന്ന് ഉദ്ദേശിക്കുന്നത് ജീവനോടെ ഉണ്ടോ എന്ന കാര്യത്തിലാണ്. പക്ഷെ അതേസമയത്ത് ജീവനില്ലാതെ ഒരുപക്ഷെ നമ്മൾ അങ്ങനെയല്ല നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കുന്നതെങ്കിലും അങ്ങനെയാണെങ്കിൽ ഇന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഈ തെരച്ചിലിൽ. അത് നേരിട്ട് തന്നെ ആ ക്യാബിനിൽ പോയി സ്ഥിരീകരിക്കേണ്ടി വരും. ജീവനോടെ ഇല്ല എന്നതിൽ ടെമ്പറേച്ചർ കണക്കാക്കിയാണ് ആ ഒരു നിഗമനത്തിലെത്തിയത്. പക്ഷെ അത് വീണ്ടും ഇന്നലെയും ഇന്നും നടത്തിയ പരിശോധനയിലും ആ തരത്തിൽ മനുഷ്യ സാന്നിധ്യം അതിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അത് ജീവനോടെ ഉണ്ടെങ്കിൽ അത് ഒരു സ്ഥിരീകരണത്തിന് വേണ്ടിയാണ് ആ പരിശോധന നടത്തിയത്. പക്ഷെ മറിച്ച് ഏതെങ്കിലും തരത്തിൽ മറ്റ് നമ്മൾ ആശങ്കപ്പെടുന്ന രീതിയിലാണ് അതിന്റെ അകത്ത് അർജുൻ ഉണ്ടെങ്കിൽ അത് ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ കണ്ടെത്താൻ സാധിക്കില്ല എന്ന് തന്നെ ഇന്ദ്രപാൽ അദ്ദേഹത്തോട് നേരിട്ട് ഞാൻ സംസാരിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു. അതിന് മുങ്ങൽ വിദഗ്ധന്മാർ ഈ ക്യാബിനടുത്തേക്ക് എത്തണം, അവിടെ പരിശോധിക്കണം, അങ്ങനെ ഉറപ്പുവരുത്തണം. അതിനകത്ത് അർജുനെ അവസാനമായി ഒരു നോക്ക് കാണാൻ
വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേർക്ക് ആ അവസാനമായ ഒരു ആഗ്രഹം ഉണ്ടാകുമോ, അതിനകത്തുണ്ടാകുമോ? അതല്ല, മറ്റൊരു സംശയം കൂടി ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നുണ്ട്. അതായത് ഈ ലോറിയുടെ പുറത്ത് ഈ ഹോട്ടലിന്റെ സമീപത്തോ ചായ കുടിക്കാനോ ആ സമയത്ത് മറ്റുമാണെങ്കിൽ ഈ അപകടം നടന്നതെങ്കിൽ ലോറിക്ക് പുറത്താണ് അർജുനുണ്ടെങ്കിൽ അത് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്ന വാർത്ത തന്നെയാണ്. അത് ഇനി ഏത് തരത്തിൽ അർജുനെ നമുക്ക് തിരിച്ചു കിട്ടുമോ എന്ന ചോദ്യം പോലും അവിടെ ഉയരുന്നുണ്ട്. അതിനാണ് ഇപ്പോൾ ഒരേ സമയത്ത് രണ്ടിടത്താണ് പരിശോധന നടത്തുന്നത്. ഒന്ന്, ഈ ലക്ഷ്മണൻ എന്ന് പറയുന്ന മണ്ണിനടിയിൽ ഇത്തരത്തിൽ വലിയ മണ്ണിടിച്ചിൽ മരണപ്പെട്ട വലിയ ഒരു കുടുംബം തന്നെ നഷ്ടപ്പെട്ട ഒരു മരണപ്പെട്ട ആ സ്ഥലത്ത് അവിടെ വലിയ തോതിൽ മണ്ണ് എടുക്കുന്ന ഒരു നടക്കുന്നുണ്ട്. അവിടെ പ്രധാനമായും അവിടെ ആ കട കേന്ദ്രീകരിച്ചാണ് വലിയ നാശനഷ്ടമുണ്ടായത്, വലിയ ആൾനാശമുണ്ടായത്. ആ പ്രദേശത്ത് കൃത്യമായ മണ്ണെടുക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഈ നേവിയുടെ പുഴയിലുള്ള തെരച്ചിൽ. ഏതെങ്കിലും ഒരു വസ്തു അത്തരത്തിൽ ലഭിക്കുമോ എന്ന് അവർ അന്വേഷിക്കുന്നുണ്ട്. ആ ചായക്കടയുടെ സമീപം വലിയ 2 ആൽമരം ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു അംശം പോലും കണ്ടെത്താൻ കഴിയുന്നില്ല. അത്രത്തോളം വലിയ ഒരു മണ്ണിടിച്ചിലാണ് ഉണ്ടായത്. അത്രയും വലിയ ആഘാതത്തോടു കൂടിയാണത് ആ മണ്ണിടിച്ചിൽ ഉണ്ടായത്. ആ ട്രക്ക് അപ്പാടെ എടുത്ത് ആ പുഴയിലേക്ക് തള്ളി നീങ്ങുന്ന ഒരു സാഹചര്യം. ഒരു ടവർ ഉണ്ടായിരുന്നു. ആ ടവർ വലിയ തോതിൽ വളരെ ദൂരത്തുള്ള പുഴയുടെ ഒരു ഭാഗത്തേക്ക്, അതായത് ട്രക്കിന് സമീപം തന്നെ ഇന്നലെ കണ്ടെത്തിയ 4 ഇത്തരത്തിലുള്ള സിഗ്നലിൽ അത് 1 ടവറാണ്. ആ ടവർ ഉൾപ്പെടെ ഇത്തരത്തിൽ വലിയ ശക്തിയായ ഈ മണ്ണിടിച്ചിലിൽ ആ പുഴയിലേക്ക് എത്തുന്ന സാഹചര്യം. എന്തായാലും ആ കട കേന്ദ്രീകരിച്ചും നടക്കുന്നുണ്ട് തിരച്ചിൽ. അത് ഏതെങ്കിലും വിധത്തിൽ എല്ലാവരും പ്രാർത്ഥിക്കുന്നത് അർജുനെ ഒരു നോക്ക് അവസാനം കാണാൻ സാധിക്കണമെന്നാണ്. നമുക്കറിയാം ഇന്നലെ തന്നെ ആ ഷൺമുഖൻ തമിഴ്നാട് നാമക്കൽ സ്വദേശി ഷൺമുഖന്റെ ശരീരം ഭിന്നമായ രീതിയിലായിരുന്നു ഒരു പാർട്ട് ആ രീതിയിലായിരുന്നു കിട്ടിയത്. അത് DNA പരിശോധനയിലൂടെയാണ് അത് ഷൺമുഖനാണെന്ന് തിരിച്ചറിയുന്നതും ആ മൃതദേഹം അവർക്ക് കൈമാറിയതും. ഒരു പക്ഷേ നമുക്ക് വേദനിക്കുന്ന തരത്തിൽ, നമുക്കൊരിക്കലും ആഗ്രഹിക്കാത്ത തരത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്താണോ പ്രതീക്ഷ വെച്ചു പുലർത്തുന്നത് അതിന് നേരെ വിപരീത ഫലമായാണോ ഇനി അർജുന് ലഭിക്കുക? അത്തരം ചോദ്യങ്ങൾ തീർച്ചയായും ബൈജു, തീർച്ചയായും നമ്മൾ സംസാരിക്കുന്നത് പ്രതീക്ഷകളെ കുറിച്ചാണ്. പക്ഷേ അപ്പോഴും ബൈജു പറയുന്നത് പോലെ 11ാം നാളായിരിക്കുന്നു. ഇന്നലെ റിട്ടയർഡ് മേജർ ജനറൽ ഇന്ദ്രബാലൻ ദൌത്യരക്ഷാ സംഘവുമായി ചേർന്ന് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എത്രത്തോളം പ്രതിസന്ധിയിലാണ്, അനിശ്ചിതത്വത്തിലാണ് ദൌത്യ സംഘത്തിന്റെ അടുത്ത നീക്കങ്ങൾ എന്ന് പറയുന്നു. ഇന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നത് ഇതുമായി മുന്നോട്ടു പോകും, മറ്റ് സംവിധാനങ്ങളെ കൊണ്ടുവരും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഈ കേരളത്തിന്റെ പ്രതീക്ഷയാണ്, അർജുന്റെ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ്, നമ്മൾ ഓരോരുത്തരുടെയും പ്രതീക്ഷയാണ്. അപ്പോഴും രക്ഷാദൌത്യ സംഘം കാണുന്ന പ്രതീക്ഷ എന്ന് പറയുന്നത് കുറച്ചുകൂടി പ്രായോഗികമായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ 11 ദിവസം കഴിയുമ്പോൾ എത്ര തരത്തിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയില്ല എന്നുള്ളൊരു വിഷയമുണ്ട്. ആ 2 വിലയിരുത്തലുകളുടെ ഇടയിൽ കൂടിയാണ് അർജുനെ കണ്ടെത്താനുള്ള നീക്കം നടക്കുന്നത്. അങ്ങനെ ഒരു നിരീക്ഷണം കൂടി നിർഭാഗ്യവശാൽ ഈ സമയത്ത് നടത്തേണ്ടതായി വരുന്നില്ലേ ബൈജു? തീർച്ചയായും ഇതിൽ ഏറ്റവും വലിയ പ്രതീക്ഷയുള്ളത് ആ ക്യാബിനകത്ത് അർജുൻ ഉണ്ടെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ആശങ്ക അത്രത്തോളം ഉണ്ടാകില്ല. എന്തായാലും അപർണ സൂചിപ്പിച്ചതുപോലെ 11 ദിവസമായിരിക്കുന്നു. ഇനി നാളേക്ക് 12ാം ദിവസത്തിലേക്ക് കടക്കുന്നു. ഇന്ന് തിരച്ചിൽ അവസാനിപ്പിച്ചു. അപ്പോൾ ഇനി 12ാം ദിവസത്തിലേക്ക് കടക്കുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നാളെ രാവിലെ 7:00 കൂടി മാത്രമേ ഈ തെരച്ചിൽ രക്ഷാപ്രവർത്തന നടപടികളൊക്കെ നടക്കൂ. അപ്പോഴും പുഴയുടെ ഒഴുക്കാണ് ആദ്യം നോക്കുക. ആ പുഴയുടെ ഒഴുക്ക് കുറഞ്ഞാൽ മാത്രം അത് 3.5 നോട്ട് ഇതിലേക്ക് വേഗതയിലേക്ക് വരണം. അത്രത്തോളം കുറയണം. നിലവിൽ ഈ കാലാവസ്ഥ അത്ര കഴിഞ്ഞ ദിവസങ്ങളിൽ അത്ര വലിയ മഴയോ ഒന്നും തന്നെ ഇപ്പോഴില്ല. ഉച്ചയ്ക്ക് അതിശക്തമായൊരു മഴയുണ്ടായിരുന്നു. നമ്മൾ ആ സംഭവ സ്ഥലത്ത് ഇന്ന് വീണ്ടും നമ്മൾ പോയിരുന്നു. ആ സമയത്തായിരുന്നു വലിയ തോതിൽ കാറ്റും മഴയും ഒക്കെ ഉണ്ടായിരുന്നു. വളരെ ശക്തമായ മഴയായിരുന്നു ആ സമയത്ത്. പിന്നീട് ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇനി വരും സമയങ്ങളിൽ മഴ വരുമോ എന്ന് പറയാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ഈ ദിവസങ്ങളിലെല്ലാം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഏത് സമയത്താണ് ഇവിടെ മഴ ഉണ്ടാവുക, അല്ലെങ്കിൽ മഴ പെട്ടെന്ന് ഒരു ശക്തമായ കാറ്റ് വീശുക. അത് പറയാൻ പറ്റാത്ത രീതിയിൽ പ്രവചനാതീതം എന്നൊക്കെ പറയുന്നത് പോലെയാണ്. ഏതായാലും ഓറഞ്ച് അലർട്ട് ഇന്നുണ്ട്. നാളത്തെ ഇത് സംബന്ധിച്ച മുന്നറിയിപ്പ് വന്നിട്ടില്ല. നാളെയും ഓറഞ്ച് അലർട്ടാണോ എന്ന ഒരു ആശങ്കയുണ്ട്. മഴ ഈ സമീപ പ്രദേശങ്ങളിലെ എല്ലാ പുഴകളിൽ നിന്നും വെള്ളം ഒഴുകി ഇതിലൂടെ വന്നാണ് ആ അഴിമുഖത്തേക്ക് എത്തുന്നത്, കടലിലേക്ക് എത്തുന്നത്. അതുകൊണ്ട് തന്നെ കടലിലെത്തിന് 6-7 കിലോമീറ്റർ മാത്രം ദൂരത്തിലാണ് ഈ പുഴയും ഉള്ളത്. വളരെ ശക്തിയായാണ് ഇവിടെ എത്തുമ്പോഴേക്കും പുഴ ഒഴുകുന്നത്. ഏതായാലും തടയണ നിർമ്മിച്ച് ഏതെങ്കിലും തരത്തിൽ ഒഴുക്ക് തടയാനുള്ള മാർഗങ്ങൾ ഒന്നും തന്നെ ഫലപ്രദമല്ല എന്ന് തന്നെയാണ് തെരച്ചിൽ സംഘം ദൌത്യ സംഘം പറയുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് ആ ക്യാബിനകത്ത് അർജുൻ ഉണ്ടാകണം.
അത് ഇനി എത്ര ദിവസം വേണ്ടിവരും ആ ക്യാബിനിലേക്ക് രക്ഷാദൌത്യ സംഘത്തിനെത്താൻ? അതാണ് ഇനി നീണ്ട കാത്തിരിപ്പാകുമോ, അതല്ല നാളെ ആ വാർത്ത നമുക്ക് ലഭിക്കുമോ? ഏതായാലും അതിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ ക്യാബിനകത്തേക്ക് മുങ്ങൽ വിദഗ്ധർക്ക് എത്താൻ കഴിയണം. ചളി നിറഞ്ഞ മണ്ണ് നിറഞ്ഞ ആ രീതിയിലുള്ള വെള്ളമാണ്. അതുകൊണ്ട് തന്നെ കാഴ്ചാ പ്രശ്നം അതിനകത്ത് വലിയ തോതിൽ മുങ്ങൽ വിദഗ്ധർക്ക് അടുത്ത ഒരു പ്രതിസന്ധി വെല്ലുവിളിയായി തുടരുന്നുണ്ട്. ഇനി അഥവാ ഈ വേഗത ഇത്തരത്തിൽ കുറഞ്ഞാലും ആ കാഴ്ചാ പ്രശ്നമുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു മാർഗമുള്ളത് സ്റ്റീൽ കൊളുത്ത് ഈ ലോറിയിൽ ഘടിപ്പിച്ച് ഇത് മുകളിലേക്ക് ലിഫ്റ്റ് ചെയ്യുക, ഉയർത്തുക എന്നതാണ്. ആ മാർഗം കൂടി പരിശോധിക്കുന്നുണ്ട്. ഇതെല്ലാം നടക്കണമെങ്കിൽ മുങ്ങൽ വിദഗ്ധർക്ക് ഈ വണ്ടിയുടെ ഈ അർജുന്റെ ട്രക്കിന്റെ അടിഭാഗത്തേക്ക് എത്തേണ്ടി വരും. അതെത്താനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. കാലാവസ്ഥ അനുകൂലമായ